ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദി സ്മാർട്ട് കൊമേഴ്സ് ചാനൽ ക്ലാസ്. ആദ്യം തന്നെ ഒരു അഭ്യർത്ഥന, ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഉപകാരപ്രദം തോന്നുമെങ്കിൽ മറ്റുള്ളവർ കൂടി പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളെ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. The next topic we study in plus 1 accounting in this episode is branch of accounting. Plus 1 accountingil ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്ന ടോപ്പിക് അക്കൗണ്ടിങ്ങിൻ്റെ ശാഖകളാണ്. Accounting has 3 branches. They are number 1 financial accounting, number 2 cost accounting, number 3 management accounting. Number 1 financial accounting. Financial accounting is the process of recording, classifying and summarizing the financial transactions. Means that recording the transactions in the books, classifying them on the basis of their nature and summarizing them into 2 statements such as income statement or profit and loss account and position statement or balance sheet, and thereby arrives at the profit or loss of the business and to the financial position, that is the position of assets and liabilities of the business. Means that financial accounting ends with the mere summarizing process, that is ends with the mere preparation of financial statements, that is ends with the mere ascertainment of the profit or loss and to the assets and liabilities of the business. It does not go beyond a step. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ വ്യാപാര ഇടപാടുകൾ ബുക്കുകളിൽ രേഖപ്പെടുത്തി വെക്കുകയും അവയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിക്കുകയും 2 സ്റ്റേറ്റ്മെന്റുകളായി, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയും പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആയും ചുരുക്കി എഴുതുകയുമാണ്. എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുക, അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് കണ്ടുപിടിക്കുക, അതിൽ അവസാനിക്കുന്നു ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സമ്മറൈസിംഗ് പ്രോസസ്സിൽ അവസാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ എഴുതി വെച്ച തരം തിരിച്ച വ്യാപാര ഇടപാടുകളെ 2 സ്റ്റേറ്റ്മെന്റുകളായി, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റുമായി, എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമായി ചുരുക്കി എഴുതുന്നതിൽ അവസാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നതിൽ, അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് കണക്കാക്കുന്നതിൽ അവസാനിക്കുന്നു. Now the second branch of accounting is cost accounting. Cost accounting is that branch of accounting which is meant for ascertaining the cost. And what is meant by cost? Cost is the total of expenses incurred for manufacturing a product or rendering a service. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള അക്കൗണ്ടിംഗ് ആണ്. ഇനി എന്താണ് ഈ കോസ്റ്റ്? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സേവനം നൽകുന്നതിന് ആകുന്ന ചിലവുകളുടെ ടോട്ടലിനാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സേവനം നൽകുന്നതിന് ആകുന്ന ചിലവുകളുടെ ടോട്ടൽ, അതായത് കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള അക്കൗണ്ടിംഗ് ആണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. Now the third branch of accounting is management accounting. Management accounting does not end with the mere summarization process. Means that it does not end with the mere preparation of the financial statements such as income statement and position statement, that is profit and loss account and balance sheet. It does not end with the mere ascertainment of the profit or loss or the assets and liabilities. Rather, it goes a step beyond. It analyzes the profit or loss of the business, the assets and liabilities of the business, and thereby arrives at a conclusion regarding the profitability and the financial position of the business, and such a concluded information is given to the management, and such an information is useful to the management to take its different managerial decisions. Therefore, management accounting is that branch of accounting which provides with the management the accounting information useful to the management. Management accounting is that branch of accounting which assists the management in taking its various managerial decisions.
മാനേജ്മെന്റ് അക്കൗണ്ടിങ് സമ്മറൈസിംഗ് പ്രോസസ്സിൽ അവസാനിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിൽ മാത്രം, എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നതിൽ, അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് കണ്ടുപിടിക്കുന്നതിൽ മാത്രം അവസാനിക്കുന്നില്ല. ഒരു സ്റ്റെപ്പും കൂടെ മുൻപോട്ട് പോകുന്നു. ഈ കണ്ടുപിടിച്ച പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഈ കണ്ടുപിടിച്ച അസറ്റ്സ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് എടുത്ത് വിശകലനം ചെയ്യുകയും ഒരു കൺക്ലൂഷനിൽ, ഒരു നിഗമനത്തിൽ, എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ ലാഭക്ഷമത എങ്ങനെയുണ്ട്, സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില എങ്ങനെയുണ്ട് എന്നതിനെ സംബന്ധിച്ച ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയും അങ്ങനെയുള്ള ഒരു കൺക്ലൂഡഡ് ആയിട്ടുള്ള വിവരമാണ് മാനേജ്മെന്റിന് നൽകുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടിംഗ് വിവരം ഉപയോഗിച്ച് മാനേജ്മെന്റിന് അതിന്റെ വിവിധ മാനേജീരിയൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാനേജ്മെന്റിനെ അതിന്റെ മാനേജീരിയൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിക്കത്തക്ക വിധമുള്ള അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ നൽകുന്ന അക്കൗണ്ടിംഗ് ശാഖയ്ക്കാണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.